ഹായ് നമസ്കാരം, വെൽക്കം ടു സാലിനീസ് ചാനൽ. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചക്കക്കുരു കൊണ്ട് ചിപ്സാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ ഇത്രയും ചക്കക്കുരു എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് തോലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ കറുപ്പ് മാത്രം അകത്ത് എടുക്കാറുള്ളതാണ്. ഇതുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ രീതിയാണ്. കനം കുറഞ്ഞിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം അതിന്. അപ്പോൾ ഈ എല്ലാ കുരുവും നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അതേപോലെ ഇതൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും അരിഞ്ഞെടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്ത് കനം കുറഞ്ഞിട്ട് അരിയണം, എന്നാലാണ് അത് മൊരിഞ്ഞ് കിട്ടും, ഇല്ലെങ്കിൽ മൊരിഞ്ഞ് കിട്ടില്ല. അപ്പം നമുക്കിത് ചിപ്സാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണയാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് മതി, എത്രയാണ് ഉള്ള കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് എണ്ണയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ റോസ്റ്റാക്കി എടുക്കാം. കുറച്ച് ദൂരം നിന്നിട്ട് ഇതാക്കണം, ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് ചിലത്. അങ്ങനെ നമ്മൾ ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കത് കോരിയെടുക്കാം. എല്ലാം നമ്മളിങ്ങനെ വറുത്ത് കോരിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. എരിവായി കിട്ടുമ്പോൾ ടേസ്റ്റ് നല്ല ഉണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും പിടിക്കും. ചക്കക്കുരു ചിപ്സ് റെഡി ആയിരിക്കുകയാണ്. ഇത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സൗണ്ടാണ്. അതേപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇന്ന് ചക്കച്ചുള കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നില്ലേ, അപ്പം കുരു കൊണ്ട് കഴിക്കാം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മൾ ചക്കക്കുരു കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും, വറവൊക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.